ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം എൻ്റെ കുറച്ച് അടുക്കിപ്പറക്കലാണ്. കാരണം ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെ എടുക്കും കറക്റ്റാണ്. ഇങ്ങനത്തുള്ള ചില സാധനങ്ങൾ കുരുങ്ങിപ്പോവും, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ? എനിക്ക് വരിക. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ എന്തായാലും ഞാൻ ആ സാധനം വലിച്ചൂരിയെടുത്ത്, അല്ലെങ്കിൽ എനിക്ക് ചായ ഇടാൻ നേരം ഒരു സ്പൂണ് ഫ്രീ എന്ന് പറയുന്നത് പോലെ ആയിരിക്കേണ്ടി വന്നേനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ പാത്രം എല്ലാം കഴുകി അങ്ങ് വെച്ച് കേട്ടോ. ഒരു മൂലയിൽ നിന്ന് ഒതുക്കി ഞാൻ എല്ലായിടവും ക്ലീനാക്കി, ഒരുവിധം ഞാൻ ക്ലീനാക്കി വെച്ച് കേട്ടോ. പിന്നെ എനിക്ക് ക്ലീനാക്കേണ്ടത് നമ്മുടെ റൂമാണ്. നമുക്ക് ആകെപ്പാടെ ഈ ഒരു റൂമാണ് കേട്ടോ ഉള്ളത്. ഇത് വൃത്തിയാക്കുന്നത് ഒരു ഹെവി പരിപാടി. ആദ്യം ചവിട്ടിയൊക്കെ വെളിയിൽ കൊണ്ടിട്ട് വെളിയിൽ നോക്കിയപ്പോൾ ഒരുപാട് പുസ്തകം ആദ്യം പഠിക്കാൻ പോകുന്നില്ലെങ്കിലും അവൻ പടം വരയ്ക്കുന്ന ബുക്കൊക്കെ വെളിയിൽ കൊണ്ടിട്ടേക്കും കേട്ടോ. അതൊക്കെ വലിച്ചെടുത്ത് അകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ റൂമിനകത്ത്, ഇത് ടൈലായതുകൊണ്ട് ഇതിനകത്ത് ഈ ഫുഡ് വേസ്റ്റൊക്കെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ കളർ പെൻസിലിൻ്റെ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അതുകൊണ്ട് പിന്നെ ഞാൻ തൂത്ത് വാരി ഇട്ടിട്ട് അതങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. മറ്റേ ഞാൻ രാത്രിയാണ് തുടയ്ക്കുന്നത്. പിന്നെ ഇച്ചിരി ലൈസോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട്, എൻ്റെ തുടയ്ക്കുന്ന സാധനമൊക്കെ ഭയങ്കര മൊത്തം പോയിരിക്കും കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടേ ഈ തുടപ്പ് തൂപ്പൊക്കെ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ടാസ്ക് തുണി കഴുകുന്നതാണ്. താഴെ ഒരു കല്ലുണ്ട്, പക്ഷേ ഞാൻ കുറച്ച് തുണി ഉണ്ടായതുകൊണ്ട് അകത്ത് വെച്ചാണ് തുണിയൊക്കെ കഴുകിയത്. അങ്ങനെ ഞാൻ തുണി ഇടുന്നത് മേളിലാണ് കേട്ടോ. ഇവിടെയാണ് തുണി ഇടുന്നത്. തുണി ഒരാഴ്ച കൂടുതലായത് കിടക്കുമായിരുന്നു. അതെല്ലാം പിറക്കി ഒതുക്കിയിട്ട് പുതിയ തുണികളെല്ലാം ഞാൻ ഇവിടെ വിരിച്ചു. ഇവിടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇങ്ങനെ തുണിയൊന്നും കിടന്നോളും, നമുക്ക് ഇഷ്ടമുള്ളപ്പെടുത്താൽ മതി. ഇന്നലെയോ കുളിച്ചില്ല, മര്യാദയ്ക്ക് കുളിക്കാൻ വാ. ഇത്രയും കുളിക്കാൻ മടിയുള്ള ഒരാൾ താഴെ ചെമ്പരത്തി താളി നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ച് തലയിലൊന്നും പടയിലൊന്നും ഭയങ്കര ചൊറിച്ചിലും ഒരു വല്ലാത്തൊരു അസ്കിലും. അങ്ങനെ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു. കാരണം ആദ്യക്ക് സൈക്കിളുണ്ട്, പക്ഷേ ഓടിക്കാനുള്ള സ്ഥലമില്ല. അല്ലെങ്കിൽ പിന്നെ താഴെ ഇറങ്ങിപ്പോകണം. അതൊരു ടാസ്ക് ആയതുകൊണ്ട് പിന്നെ മുകളിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇവിടെ കുറേ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ട്. താഴെ എന്തിനോ വെറുതെ ഇങ്ങനെ പൂത്തിരിക്കുന്നത്, ആരും പറിക്കത്തില്ല. പിന്നെ കുറേ കാക്കകളൊക്കെ ഇങ്ങനെ മേളിൽ വന്നിരുന്ന് കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞാൻ അവന് തലയിൽ എണ്ണ പുരട്ടി കൊടുത്തു കേട്ടോ. എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലോട്ട് പോവാം. ഇനി അവൻ്റെ ഒരു മണ്ടൻ സൈക്കിളും എടുത്തിട്ടുണ്ട്. ജെംസ് മുട്ടായിരുന്നു മാച്ചേരാ. ചേച്ചി അങ്ങനെ നമ്മുടെ തൊട്ട് മേലേപ്പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, അവിടെ വന്ന് ഞാനൊരു പാലെടുത്ത് കേട്ടോ. മുരളിയ മിൽക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പഞ്ചസാര വേണമായിരുന്നു. 1 കിലോ പഞ്ചസാര എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വാഴയ്ക്കപ്പമില്ലേ, അതിന് 1 കവർ മൈദ എടുത്തു. പിന്നെ ഏത്തയ്ക്ക ഇവിടെ ഇല്ലായിരുന്നു. ഇനി തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു അപ്പൂപ്പൻ്റെ കടയുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സൈക്കിളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അപ്പുറത്ത് കടയിൽ. ആ മുട്ടായി ഒന്നും വാങ്ങിച്ചു വിടാൻ കൊള്ളത്തില്ല. ചാവി കാണുന്നില്ല സുഹൃത്തുക്കളെ. എനിക്കാണെങ്കിൽ ഒട്ടും ഓർമ്മയില്ല. ചാവി നോക്കിയപ്പോഴോ എവിടെ ഇരിക്കുന്നത് അറിയാമോ? അവിടെ ഇവിടെ കണ്ടോ. ഇത് ഞാൻ അടച്ചില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സത്യം പെട്ടെന്ന് ഞാൻ ആദ്യം വഴക്ക് പറഞ്ഞല്ലേ അവൻ്റെ ഒരു സൈക്കിളും. അങ്ങനെ അവൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വന്ന് നമ്മുടെ ഏത്തയ്ക്കൊക്കെ ഒരു കൂടക്കകത്തിട്ടങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാം. ഞാൻ എൻ്റെ കവർ വെക്കുന്ന സ്ഥലം കണ്ടോ, ഫ്രിഡ്ജിൻ്റെ ഇവിടെയാണ് കവർ വെക്കുന്നത്. ഇതാ നമുക്ക് എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ പറ്റും, മനസ്സിലായോ? പിന്നെ നമുക്ക് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാം. കുറച്ച് ദിവസം കൊണ്ട് ഇവൻ പറഞ്ഞ ഏത്തയ്ക്കപ്പം കടാ പൈസ എടുത്ത് പൈസ പോവും. അതുകൊണ്ട് ഏത്തക്കപ്പം മേടിച്ച് അതിന് പകരം ഏത്തക്ക അപ്പല്ല ഏത്തക്ക മേടിച്ചിട്ട് ഇവിടെ വറുത്ത് തിന്നുന്ന തല്ലിയോ നല്ലത്. അവിടെ ഗ്യാസ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഏത്തക്കപ്പം വാഴക്കപ്പം അങ്ങനെ പല ഇതും പറയും. അതിന് നല്ല ഈ ഒരു ഇത് മതി കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാണ്.
4 തീർന്നു ഗൈസ്. ഇതിന്റെ ആ ഒരു ഇത് കിട്ടിയില്ല, ഒരു മസാല കിട്ടിയില്ലെങ്കിൽ പഴം മാത്രമായിട്ട് കുളത്തില്ല. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് വരാറ്. ഇതിന് എന്തോന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചു നോക്ക് ഗൈസ്. ആ പിന്നെ എന്നാ ശരി അമ്മേ. കഴിച്ച് ഏത്തക്കപ്പം മൊത്തം അഴുകി കണ്ടു കളാ ഏത്തക്കപ്പം കഴിച്ച്. മതിയോടാ.